പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ക്രൈസ്തവർക്കെതിരെയുണ്ടായ ഏറ്റവും രൂക്ഷമായ സംഘടിത ആക്രമണത്തെക്കുറിച്ച് ഗവൺമെന്റ് സമർപ്പിച്ച റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ എറിയാൻ മാത്രമുള്ള നിലവാരമേ പുലർത്തുന്നുള്ളൂവെന്ന സുപ്രീം കോടതിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് പാകിസ്ഥാൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് തലവൻ ബിഷപ്പ് സാംസൺ ഷുക്കാർദീൻ 2023 ഓഗസ്റ്റ് മാസത്തിൽ ജനൻവാലയിൽ നടന്ന ആക്രമണത്തിലാണ് 25 ക്രൈസ്തവ ദേവാലയങ്ങളും 100ഓളം ക്രൈസ്തവരുടെ ഭവനങ്ങളും ആൾക്കൂട്ട ആക്രമണത്തിൽ അഗ്നിക്കിരയായത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അറസ്റ്റുകളെക്കുറിച്ചോ കോടതിയിൽ നിലവിലിരിക്കുന്ന കേസുകളെക്കുറിച്ചോ വിവരങ്ങൾ ചേർക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിൽ അന്വേഷണ ഏജൻസികൾക്ക് താൽപ്പര്യമില്ലെന്നും പാക് സുപ്രീം കോടതി ജസ്റ്റിസ് ക്വാസി ഫൈസ് ഇസ വക്കാൽ നിരീക്ഷിച്ചു. 304 അറസ്റ്റുകൾ നടത്തിയ കേസിൽ കേവലം 22 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും 18 ചാർജ് ഷീറ്റുകൾ മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നതെന്നും വിചാരണവേളയിൽ പഞ്ചാബിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യമായാണ് സുപ്രീം കോടതിയോ ഗവൺമെന്റോ ഈ സംഭവത്തെ ഗൗരവത്തോടെ കാണുന്നതെന്നും ഇത് ക്രൈസ്തവർക്ക് വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണെന്നും ബിഷപ്പ് സാംസൺ പ്രതികരിച്ചു.